സർ, പശ്ചാത്തല മേഖലയിൽ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. വലിയ പുരോഗതി കൈവരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ദേശീയപാതകൾ മുതൽ ഗ്രാമീണ പാതകൾ വരെയുള്ള റോഡ് ശൃംഖല, ഗെയിൽ പൈപ്പ് ലൈൻ, അന്തർ സംസ്ഥാന വൈദ്യുതി പ്രസരണ സംവിധാനം, ഫോൺ ഉൾപ്പെടെ വിവരസാങ്കേതിക രംഗത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ദേശീയ ജലപാത, വിഴിഞ്ഞം തുറമുഖം, വിമാനത്താവളങ്ങളുടെ വികസനം, കൊച്ചി കപ്പൽശാലയുടെയും തുറമുഖത്തിൻ്റെയും പുരോഗതി എന്നിങ്ങനെ കേരളീയരുടെ ആത്മാഭിമാനവും സംരംഭകരുടെ താല്പര്യവും 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. സർ, സംസ്ഥാനത്ത് നിലവിലുള്ള റെയിൽവേ സൗകര്യങ്ങളുടെ അപര്യാപ്തത എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അതിവേഗ റെയിൽപാത വേണം എന്ന ആവശ്യം കൂടുതൽ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. സർ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണം മുൻപ് തീരുമാനിച്ചിരുന്നതിന് മുമ്പ് തന്നെ 2028 ഡിസംബറോട് കൂടി പൂർത്തിയാക്കാൻ ധാരണയായി. ഇത് കേരളത്തിൽ നടാടെ നടക്കുന്ന കാര്യമാണ്. ടൈം ഓവർറണ്ണിൻ്റെയും കോസ്റ്റ് ഓവർറണ്ണിൻ്റെയും കാര്യത്തിൽ സാധാരണ വരുന്ന കാലതാമസം ഒഴിവാക്കി 2045 പൂർത്തിയാക്കാൻ കണക്കുകൂട്ടിയ കാര്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് 2028 പൂർത്തിയാവുന്നത്. സർ, തുറമുഖ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുക്കേണ്ട മുഴുവൻ ചെലവും ഇതുവരെ വഹിച്ചത് സംസ്ഥാന സർക്കാരാണ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന നിലയിൽ കേന്ദ്രം ഏറ്റെടുക്കുന്ന തുകയും സംസ്ഥാനം നൽകേണ്ട അവസ്ഥയാണ്. സർ, തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര ഗതാഗതത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം പരിമിതമാണെന്നും ആയത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും. കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. സർ, കൊച്ചി മെട്രോ റെയിലിൻ്റെ വികസനം ഉറപ്പാക്കും. അതോടൊപ്പം തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോകളും യാഥാർത്ഥ്യമാക്കണം എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. സർ, തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ 2025-26 തന്നെ ആരംഭിക്കും. സർ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം പുരോഗമിക്കുകയും കണ്ടെയ്നർ നീക്കം വർദ്ധിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് സംസ്ഥാനത്തെ റോഡുകളുടെ ട്രാഫിക് സമ്മർദ്ദം ഉയരും. ദേശീയപാതകളോടൊപ്പം സംസ്ഥാന പാതകളുടെയും പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സർ, ഇതിൻ്റെ ഭാഗമായി വിവിധ ഡെവലപ്മെൻറ്റുകൾ ഉയർന്നു വരുന്നുണ്ട്. റെയിൽവേ ക്രോസിങ്ങുകളുടെ തടസ്സം ഒഴിവാക്കുക ഉൾപ്പെടെയുള്ള എല്ലാ ലക്ഷ്യവും പൂർത്തീകരിക്കാൻ ശ്രമിക്കും.